വിക്രമാദിത്യ കഥകൾ ഭാഗം 15. പുലിയുടെ ജന്മാന്തര പ്രാപ്തി. വേതാളത്തെ വിക്രമാദിത്യ മഹാരാജാവ് വീണ്ടും തൻ്റെ തോളിലേറ്റിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ വേതാളം പുതിയൊരു കഥ പറയാൻ ആരംഭിച്ചു. വിദ്യാഭ്യാസം കഴിഞ്ഞ് സഞ്ജീവനി മന്ത്രം മുതലായവയും മറ്റും പഠിച്ച് തിരിച്ചു വന്നിരുന്ന 4 ബ്രാഹ്മണകുമാരന്മാർ വഴിയിൽ ഒരു പുലിയുടെ ശവം കിടക്കുന്നത് കണ്ടു. തങ്ങളുടെ വിദ്യാബലം പ്രകടിപ്പിക്കുവാൻ വേണ്ടി അവർ പുലിയെ ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരാൾ അസ്ഥികളും കുടലുകളും ഉണ്ടാക്കി. അപരൻ ശരീരത്തിന് വേണ്ടതായ മാംസമുണ്ടാക്കി. മൂന്നാമൻ അവയവങ്ങളുണ്ടാക്കി. നാലാമൻ അതൊരു പുലിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ജീവിപ്പിച്ചു. ജീവൻ ലഭിച്ച പുലി അവരെ കൊല്ലുന്നതിന് വേണ്ടി ആഞ്ഞടുത്തു. പക്ഷേ ബ്രാഹ്മണകുമാരന്മാർ ആയുധമുപയോഗിച്ച് അതിനെ കൊന്നു. അത്രയും പറഞ്ഞ് വേതാളം കഥ അവസാനിപ്പിച്ചു. ഇവരിൽ ആരാണ് അപരാധി? വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. ദുഷ്ടജന്തുവാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിന് ജീവൻ കൊടുത്ത 4ാമത്തെ കുമാരനാണ് അപരാധി എന്ന് വിക്രമാദിത്യൻ്റെ മറുപടി കേട്ടപ്പോൾ വേതാളം വീണ്ടും സ്വതന്ത്രനായി മുരിക്കുമരത്തിലേക്ക് തിരിഞ്ഞോടി. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത കഥയുമായി അടുത്ത ദിവസം വരുന്നത് വരെ ബായ്.